കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ എല്ലാം അവസാനിച്ച് കഴിഞ്ഞ് കണക്ക് കൂട്ടലുകളുടെ ഒരു നാളായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനായിട്ട് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുവരെയും കണക്ക് കൂട്ടലുകൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രെൻഡുകൾ, അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകൾ ഒക്കെ തന്നെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴത്തേക്കും, അതായത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനായിട്ട് അന്തിമ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സർവേ റിസൾട്ട്, അതായത് അന്തിമ സർവേ റിസൾട്ടുകൾ, വോട്ടർ സർവേ റിസൾട്ടുകൾ ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിൽ നിന്നുള്ള സർവേ റിസൾട്ടുകൾ, കണക്കുകൾ ഏത് തരത്തിലാണ് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെ ആ ഒരു റിസൾട്ട് പറയുന്നത് എന്നുള്ളത് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും അട്ടിമറി സംഭവിക്കുമെന്നുള്ളത് എടുത്തു പറയുന്നു. രാഷ്ട്രീയ കണക്കുകൾ പോലും വളരെ വ്യക്തമായി പറയുന്നു. പലയിടങ്ങളിലും അട്ടിമറി സംഭവിക്കാനായിട്ട് ഏറ്റവും വലിയ തോതിൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും സമയം കളയാതെ നമുക്ക് സർവേ റിസൾട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു കണക്കുകൾ ഏത് തരത്തിലാണ് എന്ന് നോക്കാം. കേരളത്തിൽ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു അട്ടിമറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും എന്നാൽ ഒരു മുൻതൂക്കം UDF ഉണ്ട് എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ സീറ്റുകളുടെ കണക്കിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും UDF കോൺഗ്രസിന് 70 മുകളിൽ സീറ്റുകൾ, അതായത് 75 മാക്സിമം എന്നുള്ള തരത്തിലേക്ക് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അവിടെ ഇടതുപക്ഷത്തിന് 55 മുകളിൽ 58 വരെ മാക്സിമം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇവിടെ BJPക്ക് 5 സീറ്റുകൾ മാക്സിമം എന്നുള്ള തരത്തിലേക്ക് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ BJP അക്കൗണ്ട് തുറക്കുമെന്നും 1 കൂടുതൽ സീറ്റുകൾ നേടുമെന്നും പറയുന്നു. UDF അധികാരത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. LDF അധികാരം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. എങ്കിൽ പോലും അവർ തകർന്ന് തരിപ്പണമായി മാറുന്നില്ല എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതായത് അവർക്ക് 50 മുകളിൽ 55 മുകളിൽ സീറ്റുകൾ നേടിയെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതേസമയം UDF ഒരു വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് അത് 90 മുകളിലോ 100 മുകളിലോ ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തത്തില്ല എന്നും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 70 മുകളിൽ അല്ലെങ്കിൽ 75 എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ഭരണമാറ്റം, അതോടൊപ്പം തന്നെ ഒരു വലിയ തരംഗമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും അതിൽ അപ്രതീക്ഷിതമായിട്ട് BJPയുടെ ഒരു മുന്നേറ്റം 5 സീറ്റുകൾ വരെ മാക്സിമം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കേരളത്തിൽ പല വമ്പൻ മാറ്റങ്ങളും സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ കൃത്യമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്, കണക്കുകൾ കൃത്യമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. എന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലും വളരെ കൃത്യമായി ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പോൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയും അത് കൃത്യമായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള അട്ടിമറികളായിരിക്കും സംഭവിക്കാൻ പോവുക, അവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. വോട്ടുകൾ ഏത് രീതിയിൽ മറിഞ്ഞു, ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത്, അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴത്തേക്കും ഏറ്റവും പുതുതായിട്ടുള്ള സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും, കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും, രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും UDF മാക്സിമം പോയി കഴിഞ്ഞാൽ 70 മുകളിൽ 75 എന്നുള്ള ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറാം. അവിടെ LDF 50 മുകളിൽ 55 58 എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറാം. അവിടെ BJPക്ക് 5 സീറ്റുകൾ വരെയും പറയുന്നു. ഇനി അതിന് മുകളിൽ പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും സീറ്റുകളുടെ കാര്യത്തിൽ 3 പാർട്ടികൾക്കും വളരെ വലിയ തോതിൽ അവർ പ്രതീക്ഷ വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ, അതല്ല ഒരു തിരിച്ചടി നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഇത്തവണ പല വമ്പൻ മാറ്റങ്ങളും സംഭവിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ പോലും നോക്കുമ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് ഭരണ അട്ടിമറി തന്നെയാണോ, ഭരണ തുടർച്ചയാണോ സംഭവിക്കാൻ പോകുന്നത്, അതല്ല ഇനിയിപ്പോൾ മൂന്നാം മുന്നണിയുടെ ഒരു വലിയ
വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു കുതിച്ചുചാട്ടമാണോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത് സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അതല്ല സർവേ റിസൾട്ടുകളെ പോലും അട്ടിമറിക്കപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.